നമസ്കാരം സുഹൃത്തുക്കളെ, PSC വിന്നറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫയർമാൻ, ഫയർവുമൺ, ഫയർമാൻ ഡ്രൈവർ എന്നീ തസ്തികകളിലേക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപയോഗപ്രദമാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം 1. ഇന്ത്യയിൽ ആദ്യമായി ഫയർ സർവീസ് സേന രൂപീകൃതമായ സ്ഥലം ഏത്? ഇന്ത്യയിൽ ആദ്യമായി ഫയർ സർവീസ് സേന രൂപീകൃതമായ സ്ഥലം ഏത്? കൊൽക്കത്ത. ചോദ്യം 2. കാട്ടുതീ പടരാതിരിക്കാനായി ഇടയിലുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് ഫയർ ബ്രേക്ക് ഉണ്ടാക്കി തീ കെടുത്തുന്ന അഗ്നിശമന രീതിക്ക് പറയുന്നത് എന്ത്? കാട്ടുതീ പടരാതിരിക്കാനായി ഇടയിലുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് ഫയർ ബ്രേക്ക് ഉണ്ടാക്കി തീ കെടുത്തുന്ന അഗ്നിശമന രീതി എന്ത്? സ്റ്റാർവേഷനാണ്. ചോദ്യം 3. 2023 ലോക പ്രഥമ ശുശ്രൂഷ ദിനമായി ആചരിക്കുന്ന ദിവസം? 2023 ലോക പ്രഥമ ശുശ്രൂഷ ദിനമായി ആചരിക്കുന്ന ദിവസം സെപ്റ്റംബർ 9. ചോദ്യം 4. ക്ലിനിക്കൽ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര മിനിറ്റ് വരെ മസ്തിഷ്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും? ക്ലിനിക്കൽ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര മിനിറ്റ് വരെ മസ്തിഷ്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും? ഉത്തരം 10 മിനിറ്റ്. തൊലി ചുവന്ന തുടുത്ത് കുമിളകൾ പൊങ്ങി ശക്തമായ വേദനയും നീറ്റലും ഉണ്ടാകുന്ന രീതിയിൽ ചർമ്മങ്ങളെയും ആന്തരിക നാഡികളെയും ബാധിക്കുന്ന പൊള്ളൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? തൊലി ചുവന്ന് തുടുത്ത് കുമിളകൾ പൊങ്ങി ശക്തമായ വേദനയും നീറ്റലും ഉണ്ടാകുന്ന രീതിയിൽ ചർമ്മങ്ങളെയും ആന്തരിക നാഡികളെയും ബാധിക്കുന്ന പൊള്ളൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? 2ാം ഡിഗ്രി. കത്തിക്കൊണ്ടിരിക്കുന്ന ലോഹങ്ങളിൽ ജലം പതിച്ചാൽ എന്ത് സംഭവിക്കും? കത്തിക്കൊണ്ടിരിക്കുന്ന ലോഹങ്ങളിൽ ജലം പതിച്ചാൽ എന്ത് സംഭവിക്കും? ഉത്തരം പൊട്ടിത്തെറിക്കും. അടുത്ത ചോദ്യം. നായകളുടെ കടിയേറ്റാൽ ഉടനടി ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? നായകളുടെ കടിയേറ്റാൽ ഉടനടി ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? ഉത്തരം മുറിവ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. അടുത്ത ചോദ്യം. അപസ്മാരം ബാധിച്ച ഒരു വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷ നൽകുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഏതാണ്? അപസ്മാരം ബാധിച്ച ഒരു വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷ നൽകുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഏതാണ്? താക്കോൽ കൂട്ടം കയ്യിൽ പിടിപ്പിക്കുക. അടുത്ത ചോദ്യം. റോഡ് അപകടത്തിൽ പെട്ട ഒരാൾക്ക് ഇടതുകാലിൻ്റെ താഴെ കഠിനമായ വേദന അനുഭവപ്പെടുന്നു. അയാൾക്ക് കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ല. പ്രസ്തുത വ്യക്തിക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷ ഏതാണ്? റോഡ് അപകടത്തിൽ പെട്ട ഒരാൾക്ക് ഇടതുകാലിൻ്റെ താഴെ ഭാഗത്ത് കഠിനമായ വേദന അനുഭവപ്പെടുന്നു. അയാൾക്ക് കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയില്ല. പ്രസ്തുത വ്യക്തിക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷ ഏതാണ്? കാലിൽ സ്പ്ലിൻ്റ് ഉപയോഗിച്ച് പരിക്കേറ്റ ഭാഗം സംരക്ഷിച്ച് നിർത്തുക. അടുത്ത ചോദ്യം. ഹൃദയസ്തംഭനം സംഭവിച്ച പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ CPR നടത്തുമ്പോൾ ശുപാർശ ചെയ്യുന്ന കംപ്രഷനുകൾ ഏതൊക്കെയാണ്? ഹൃദയസ്പന്ദനം സംഭവിച്ച പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ CPR നടത്തുമ്പോൾ ശുപാർശ ചെയ്യുന്ന കംപ്രഷനുകൾ എന്താണ്? ഉത്തരം 30 കംപ്രഷനും 2 റെസ്ക്യൂ ബ്രീത്ത്. അടുത്ത ചോദ്യം. അപകടത്തിൽപ്പെട്ട വ്യക്തിയെ പരിശോധിക്കുമ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡർ പരിഗണിക്കേണ്ടതില്ലാത്ത വിഷയം ഏതാണ്? അപകടത്തിൽപ്പെട്ട വ്യക്തിയെ പരിശോധിക്കുമ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡർ പരിഗണിക്കേണ്ടതില്ലാത്ത വിഷയം ഏതാണ്? ഉത്തരം രോഗിയുടെ സാമൂഹിക പശ്ചാത്തലം. അടുത്ത ചോദ്യം. മനുഷ്യൻ്റെ നട്ടെല്ലിൽ എത്ര കശേരുക്കൾ ഉണ്ട്? മനുഷ്യൻ്റെ നട്ടെല്ലിൽ എത്ര കശേരുക്കൾ ഉണ്ട്? ഉത്തരം 33. അടുത്ത ചോദ്യം. വൈദ്യുതോപകരണങ്ങൾക്കോ അതിൽ നിന്നുണ്ടാകുന്ന അഗ്നിബാധയോ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വൈദ്യുതോപകരണങ്ങൾക്കോ അതിൽ നിന്നുണ്ടാകുന്ന അഗ്നിബാധയെ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ക്ലാസ് ഇ. കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അംബു ബാഗ്. അടുത്ത ചോദ്യം. ഒരു അപകട സ്ഥലത്ത് ശാന്തമായി പെരുമാറുക എന്നത് ഏതിൻ്റെ ഭാഗമാണ്? ഒരു അപകട സ്ഥലത്ത് ശാന്തമായി പെരുമാറുക എന്നത് ഏതിൻ്റെ ഭാഗമാണ്? ഉത്തരം സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. അടുത്ത ചോദ്യം. 3ാം ഡിഗ്രി പൊള്ളലുമായി ബന്ധപ്പെട്ട് ഏത് പ്രസ്താവനയാണ് ശരിയായത്? 3ാം ഡിഗ്രി പൊള്ളലുമായി ബന്ധപ്പെട്ട് ഏത് പ്രസ്താവനയാണ് ശരിയായത്? ഉത്തരം 3ാം ഡിഗ്രി പൊള്ളലിൽ പൊള്ളലേറ്റ ഭാഗത്ത് ചർമ്മത്തിൻ്റെ എല്ലാ പാളികളും നശിപ്പിക്കപ്പെടുന്നു.
അടുത്ത ചോദ്യം, സെക്കൻഡ് ഡിഗ്രി പൊള്ളലിൽ നൽകുന്ന പ്രാഥമിക ശുശ്രൂഷ നടപടി ഏത്? സെക്കൻഡ് ഡിഗ്രി പൊള്ളലിൽ നൽകാവുന്ന പ്രാഥമിക ശുശ്രൂഷ നടപടി ഏത്? വെള്ളത്തിൽ മുക്കി വയ്ക്കുക. അടുത്ത ചോദ്യം, ചൂടുള്ള ദ്രാവകം കൊണ്ടോ നീരാവി കൊണ്ടോ ഉണ്ടാകുന്ന പൊള്ളലിനെ എന്താണ് പറയുന്നത്? ചൂടുള്ള ദ്രാവകം കൊണ്ടോ നീരാവി കൊണ്ടോ ഉണ്ടാകുന്ന പൊള്ളലിനെ എന്താണ് പറയുന്നത്? ഉത്തരം സ്കോൾഡ്. അടുത്ത ചോദ്യം, അപകടത്തിൽപ്പെട്ടവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകി പരിക്ക് കുറയ്ക്കാനും അതിൻ്റെ തീവ്രത കുറയ്ക്കാനും അതിജീവനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ആദ്യത്തെ 1 മണിക്കൂറിന് എന്ത് പറയുന്നു? അപകടത്തിൽപ്പെട്ടവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകി പരിക്ക് കുറയ്ക്കാനും അതിൻ്റെ തീവ്രത കുറയ്ക്കാനും അതിജീവനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ആദ്യത്തെ 1 മണിക്കൂറിന് എന്ത് പറയുന്നു? ഗോൾഡൻ അവർ.